നമ്മളിന്നിവിടെ ഒരു ചാളക്കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ചാള വെട്ടി തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ചാള എടുത്ത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ചാള എന്ന് ഞങ്ങൾ പറയും മത്തി. അതിലേക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് തേങ്ങ വേണ്ടി അത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ അരപ്പൊക്കെ ഒന്ന് മൂക്കുമ്പോഴാണ് കേട്ടോ തേങ്ങ ചേർക്കുന്നത്. ഉപ്പിട്ട് കൊടുത്ത് ഈ അരപ്പൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അത് ഒരുപാടങ്ങ് വഴന്ന് പോകണ്ട, കുറച്ചൊന്ന് വഴന്നാൽ മതി. പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. മുളക് പൊടി മീൻസ് ആവശ്യത്തിന്, എന്ന് വെച്ചാൽ നമ്മുടെ എരിവ് എത്രയാണോ വേണ്ടത്. ഞാനൊരു 4 പച്ചമുളക് അതിനകത്ത് ചേർത്തിരിക്കുന്നത്, എരിവുള്ള പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കും. 1/2 കിലോ മത്തിയാണുള്ളത്. 1/2 കിലോ മത്തിയിൽ നിന്ന് 4 മത്തി വറക്കാനെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്പൂൺ നിറയെ 2 സ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഇതിനകത്ത് എരിവുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഒരു ചെറിയ അളവിലാണ് ഞാൻ തേങ്ങ അരച്ച് ചേർത്തേക്കുന്നത്. അതാണ് കുറച്ച് വെള്ളം കൂടിപ്പോയത്. പിന്നെ ആ വെള്ളം നമുക്ക് ശരിക്കും വറ്റിച്ചെടുക്കണം. കാരണം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തേങ്ങ അരഞ്ഞ് കിട്ടില്ലായിരുന്നു. ഇതിലേക്ക് കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പോരെങ്കിൽ നമ്മൾ അരപ്പ് തിളച്ചതിന് ശേഷം ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് മത്തി എടുത്തിട്ട് കൊടുക്കാം. അരപ്പ് തിളച്ച് കഴിയുമ്പോൾ മത്തിയെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് അത് ഒന്ന് വേവട്ടെ. അപ്പോഴേക്കും ഞാൻ രണ്ട് ചാള പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, മത്തി പുരട്ടി വെച്ചേക്കണമെന്ന് വറുത്തെടുക്കാം. ഒപ്പം കപ്പയും വേവിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ അത്താഴം കപ്പയും ചാളക്കറി മത്തി വറുത്തതും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈസിയും ടേസ്റ്റുമാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഓക്കെ.